ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷം വുമൻസ് ട്രിപ്പ് എന്നുള്ള പ്ലാൻ നമ്മൾ ഇപ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. ലാസ്റ്റ് മിനിറ്റ് പ്ലാനായെ കൊണ്ട് ട്രെയിൻ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. KSRTCയുടെ സ്വിഫ്റ്റ് ബുക്ക് ചെയ്ത് 10:30 വരേണ്ട വണ്ടി 12:30 ആയിട്ടും കാണാതായപ്പോൾ തിരക്കിയപ്പോഴാണ് പറഞ്ഞത് അതിനെപ്പറ്റി ഒരു അറിവുമില്ല, ഈ കിടക്കുന്ന ഫാസ്റ്റ് പാസഞ്ചറിൽ വേണമെങ്കിൽ കയറിപ്പോക്കോളാം. പിന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെയെന്ന് പറഞ്ഞ് സാറ്റർഡേ മോർണിംഗ് 5:30 ആയപ്പോൾ നമ്മളവിടെ എത്തി. നല്ല മഴയായിരുന്നു. അതേപോലെ പോയി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ 10 മണിക്കാണ് കേട്ടോ എണീറ്റത്. അപ്പോൾ ഈ വന്നേക്കുന്നത് എൻ്റെ സിസ്റ്റർ-ഇൻ-ലോയുടെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ വീട്ടിലാണ് കേട്ടോ. അവർ ആലപ്പുഴയിലാണ്. അവരിപ്പോൾ പുതിയൊരു ഹൗസ് മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ വാങ്ങിച്ചിട്ട് ഒത്തിരി നാളായി. നമ്മളിപ്പോഴാണ് വരുന്നത്. അപ്പം രാവിലെ വന്ന് കിടന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഈവനിങ്ങാണ് നമ്മൾ ഔട്ടിങ്ങിന് ഇറങ്ങുന്നത്. ഞാൻ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് മീഷോയിലല്ല സുഡിയോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഈ ടോപ്പും പലോസോയും. അപ്പോൾ ഇതിഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ആദ്യം നമ്മൾ പോകുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പല്ലെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ വന്നേക്കുന്ന ആൾ എൻ്റെ സിസ്റ്ററിലോടെ അനിയത്തി ഒരു ഡെൻറ്റിസ്റ്റാണ്. പുള്ളിക്കാരിയുടെ സ്വന്തം ക്ലിനിക്കാണ് കേട്ടോ ഇത്. ഹൈഡൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെൻ്റൽ ക്ലിനിക്. ഇത് ആലപ്പുഴ വലിയകുളം എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും പല്ലൊക്കെ ചെക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് പോകുന്നത് ആലപ്പുഴ ബീച്ചിലേക്കാണ് കേട്ടോ. ആലപ്പുഴ ബീച്ചിൽ ചെന്നിട്ട് കുട്ടികളെയൊക്കെ ഒരു റൈഡിൽ കയറ്റാമെന്നുള്ള പ്ലാനിൽ നമ്മളൊരു സ്ഥലത്തേക്ക് ചെന്നപ്പോഴേക്കും അവിടെ ഈ പരുവത്തിലുള്ള കുട്ടികളെയൊന്നും ആ പാർക്കിൽ അവർ അലൗഡ് ചെയ്യൂല. അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമൊന്നും വലുതായിട്ടില്ല. അങ്ങനെ വീണ്ടും തിരിച്ച് നമ്മൾ സീയിലേക്ക് തന്നെ പോയി. അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് മണ്ണിൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടോയ്സൊക്കെ മേടിച്ചു കൊടുത്തപ്പോൾ അവർ ഹാപ്പിയായി. എൻ്റെ മില്ലുവിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ മണ്ണിലൊക്കെ ഇരുന്ന് കളിക്കുക എന്നുള്ളത്. അതായത് ഈ കടൽ മണലിലിരുന്ന് കളിക്കുന്നത്. സാധാരണ അക്കു നമ്മളെ കടൽ കാണാൻ കൊണ്ടുപോയാൽ ജസ്റ്റ് ഒന്ന് പോവും, ദൂരെ നിന്നൊന്ന് കാണും, അവിടെ നിന്നും എല്ലാം മേടിച്ച് കഴിക്കും, തിരിച്ചു വരും. അതാണ് കേട്ടോ നമ്മുടെ ഇത്രയും നാളത്തെ കടൽ കാണൽ എന്ന് പറയുന്ന എക്സ്പീരിയൻസ്. അതിനൊരു മാറ്റം വന്നത് ഈ ട്രിപ്പിലാണ് കേട്ടോ. മിലുവിൻ്റെ കാര്യത്തിലായാലും എൻ്റെ കാര്യത്തിലായാലും മിലു നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്ന് ഒന്നുകൂടെ ഡ്രസ്സപ്പ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്കിവരുടെ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവരുടെയും മുറ്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. അവിടെ ഒരുപാട് മരങ്ങളുണ്ട്. അതുപോലെ കിളികളൊക്കെ വരാറുണ്ട് കേട്ടോ. ഏർലി മോർണിംഗ് ആകുമ്പോൾ നല്ല ശബ്ദമാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വന്ന ഹലൈസ് എന്ന് പറയുന്ന കടയായിരുന്നു. അത് അന്ന് ഓപ്പൺ ആയതേ ഉള്ളൂ. അവർക്ക് ബിരിയാണി മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് വേറൊരു ഷോപ്പിൽ പോയി. അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച ഫുഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചു. കാരണം നാളെ ഏർലി മോർണിംഗ് എണീച്ചിട്ട് നമുക്കൊരു വില്ലേജ് വിസിറ്റ് ചെയ്യാൻ പ്ലാനുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റു. ഇതാണ് കേട്ടോ ഞാൻ ഇന്ന് വെയർ ചെയ്യുന്ന. ഇതും സ്റ്റുഡിയോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരെണ്ണമാണ്. ഏർലി മോർണിംഗിലേക്ക് ഈ വില്ലേജിൽ വന്നത് നെൽപ്പാടം ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് അവരെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചേക്കുന്നു. അതായിരുന്നു അന്നത്തെ കണ്ടീഷൻ. പിന്നെ ചുറ്റും വെള്ളം ആയതുകൊണ്ട് പിന്നെ കാഴ്ചകൾക്കൊരു കുറവുണ്ടായിരുന്നില്ല. അവർക്കൊക്കെ ഇതൊരു സ്ഥിരം കാഴ്ചയാണെങ്കിലും ഇതൊക്കെ നമ്മൾ വല്ലപ്പോഴല്ലേ കാണുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ കേട്ടോ. അപ്പോൾ അവസാനം നമ്മൾ ഡ്രൈവ് ചെയ്തെത്തിയത് ഒരു കടവിലാണ്. അവിടെ ചെന്നപ്പോൾ ഒരുപാട് ഷിക്കാറൊക്കെ ഉണ്ട്. അതിലൊരു അങ്കിള് നമുക്ക് 600 രൂപ കൊടുത്താൽ ഒരു മണിക്കൂർ നമ്മൾ ഷിക്കാറിൽ കൊണ്ടുപോകാമെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഷിക്കാറിലേക്ക് പോകാമെന്നുള്ള പ്ലാനിലായി. ആ ഷിക്കാറിൻ്റെ ഓണറിൻ്റെ ആദ്യത്തെ കസ്റ്റമർ അന്ന് നമ്മളായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഹൗസ് ബോട്ടൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അവരെല്ലാം സർവീസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം 4 സ്പെഷ്യൽ പ്ലേസിൽ കൊണ്ടുപോകാമെന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ഒന്ന് പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടികളും ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ, പിന്നെ ഒരു ടെർമിനൽ, പിന്നെ വേറെന്തോ 2 സ്ഥലവും കൂടെ പറഞ്ഞു കേട്ടോ. അത് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും നമ്മൾ ഷിക്കാറിലേക്ക് കയറി. ഇതിൽ നമ്മുടെ കൂട്ടത്തിൽ വരുന്ന ഒരാൾക്ക്, അതായത് എൻ്റെ മദർ-ഇൻ-ലോയ്ക്ക് വള്ളവും വെള്ളവും രണ്ടും വളരെ പേടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഹാപ്പിനെസ് സ്പോയിൽ ചെയ്യേണ്ടെന്ന് കരുതി പുള്ളിക്കാരിയും കയറി. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. നല്ല രസമായിരുന്നു. പ്രത്യേകിച്ച് ക്ലൈമറ്റായിരുന്നു കേട്ടോ. ക്ലൈമറ്റ് ഒട്ടും തന്നെ ചൂടില്ല, വെയിൽ തുടങ്ങിയിട്ടില്ല. ഒരു മഴക്കോളുണ്ടായിരുന്നെങ്കിലും മഴയും പെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഷിക്കാറിൻ്റെ വെളിയിലേക്ക് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റി. കുട്ടികളും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. മിലുവൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ലോങ് ടൈം ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുന്നേക്കാം. അപ്പം നല്ല ക്ലൈമറ്റ് ഉണ്ടായിരുന്നേ കൊണ്ട് നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അവിടെ നിന്നുള്ള കാഴ്ചകൾ നല്ല ഭംഗിയായിരുന്നു.
കാരണം അന്നന്നത്തെ ആവശ്യത്തിനായിട്ട് വീട്ടമ്മമാർ വന്നിരുന്ന് മീൻ പിടിക്കുന്നതും അതുപോലെ തന്നെ അവർ പാത്രം കഴുകുന്നതും ഒക്കെ ഈ വെള്ളത്തിലാണ് കേട്ടോ. നമുക്കത് അത്ഭുതമായിട്ടൊക്കെ തോന്നായിരിക്കാം, പക്ഷേ അവർക്ക് ഇതല്ലേ ഉള്ളൂ വാട്ടർ സോഴ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇത് കായലിൻ്റെ ഒത്ത നടുക്കായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ. ഇത് ഈ ഐലൻഡ് അങ്ങനെ ഉള്ളതാണോ അതേ അവർ ക്രിയേറ്റ് ചെയ്തതാണോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ടായി കേട്ടോ. കാരണം വളരെ ചെറിയൊരു സ്പേസേ ഉള്ളൂ ആ ഒരു റിസോർട്ടിന്, 4 ചുറ്റും അത്ര ഉള്ളൊരു സ്പേസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവസാനം നമ്മൾ ടെർമിനലിലെത്തി. ടെർമിനലിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ അവസ്ഥ അതാണല്ലോ, നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്യുള്ളൂ, മെയിൻറ്റെയിൻ ചെയ്യുന്നത് പാടായ കാര്യമാണ്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഭയങ്കര സൂക്ഷിച്ചാണ് നിൽക്കേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ മിക്ക സ്ഥലങ്ങളുമൊക്കെ അതിൻ്റെ പാലത്തിൻ്റെ ആ മുകളിലുള്ള ഷീറ്റെല്ലാം ഡാമേജ് ആയിരിക്കുന്നുണ്ട്, ഷീറ്റ് പൊട്ടിപ്പോയതുകൊണ്ട്. അങ്ങനെ അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിട്ടാണ് നിൽക്കുന്നത്, കുട്ടികളും കൂടെ ഉള്ളേക്കൊണ്ട്. എന്തായാലും വന്ന സ്ഥിതിക്ക് 2-3 ഫോട്ടോയൊക്കെ എടുത്ത് മദറിൻലോ ഇറങ്ങാൻ സമ്മതിച്ചില്ല. മദറിൻലോ അതിനകത്ത് തന്നെ ഇരുന്ന് ഭയങ്കര ഗമയിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ 150 പ്രാർത്ഥന കഴിഞ്ഞിട്ടുണ്ടാവും, അത്രയ്ക്ക് പേടിയാണ്. അങ്ങനെ അവസാനം അങ്കിള്, നമ്മുടെ കൂടെ വന്ന അങ്കിള് നമുക്ക് വീഡിയോയൊക്കെ എടുത്തു തന്ന്, ഒത്തിരി ഫോട്ടോയൊക്കെ എടുത്തു തന്ന്. ഇതാണ് കേട്ടോ നമ്മുടെ ഇപ്രാവശ്യത്തെ ഗ്യാങ്. ഇതിൽ മിലുവിനെ എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് കേട്ടോ എൻ്റെ സിസ്റ്ററിൻലോയുടെ പേര് ലിയ എന്നാണ്. വീട്ടിൽ നമ്മൾ പൊന്നു എന്ന് വിളിക്കും. മിലുവിൻ്റെ പൊന്നുമ്മയാണ് കേട്ടോ. അപ്പം സിസ്റ്ററിൻലോ വർക്ക് ചെയ്യുന്നത് വെഞ്ഞാറമൂട് മുസ്ലിം അസോസിയേഷൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അപ്പം നമ്മുടെ ടെർമിനലിലെ വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്നുള്ള പ്ലാനിലാണ്. കാരണം നമ്മൾ തിരിച്ചു പോയിട്ട് വേണം കാപ്പി കുടിക്കാൻ. രാവിലെ ഇറങ്ങിയതല്ലേ, അപ്പോൾ കാപ്പിയൊക്കെ വഴിയിൽ നിന്ന് കുടിക്കാം എന്നുള്ളൊരിതിലാണ് ഇറങ്ങിയത്. അപ്പം നമ്മൾ തിരിച്ച് പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്ന കടവിൻ്റെ പേര് വന്നിട്ട് കോലത്തെന്നാണ് കേട്ടോ. അപ്പോൾ അവസാനം തിരിച്ച് നമ്മൾ കയറിയെടുത്ത് തന്നെ വന്നായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു വീടാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ലൊരു സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വീട്. അപ്പം അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ആലപ്പുഴ ബ്രദേഴ്സാണ് കേട്ടോ. നമ്മൾ ആലപ്പുഴ വന്ന നമ്മുടെ മെയിൻ സ്പേസ് എന്ന് പറയുന്നത് ആലപ്പുഴ ബ്രദേഴ്സിലാണ്. ഇവിടുത്തെ ചൂട് ബെറോട്ടയും ചിക്കൻ കറിയൊക്കെ നമ്മുടെ ഫേവറേറ്റാണ് കേട്ടോ. അപ്പം ഇവിടെ വരുമ്പോൾ ഞാൻ മിക്കപ്പോഴും ഈ ഫിലിം സ്റ്റാഴ്സിൻ്റെ ഇത് നോക്കാറുണ്ട്. ഇപ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഒരാളെ സ്ട്രൈക്ക് ചെയ്ത്, നമ്മുടെ കാലകേയൻ. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ഫേസ് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം വീട്ടിൽ വീണ്ടും വന്നു, പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇനി അടുത്ത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ അത്യാവശ്യം ഒരു ട്രോളി തുണിയും കൊണ്ടാണ് പോയത് കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ മാറി മാറി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഫിഷ് വെറൈറ്റീസ് കഴിക്കാനാണ് മെയിനായിട്ട് പോയത്. റോയൽ കോട്ടിയാട് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലാണ്, ഒരു കടയിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ കൈയൊക്കെ കഴുകി, പക്ഷേ ഇരിക്കാനൊന്നും സ്ഥലമില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ട്രിവാൻഡ്രം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര കുറച്ച് ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഇവർ സെർവ് ചെയ്യുന്ന ഫുഡിന്. രണ്ടാമത് കാണിച്ച മീൻ മുട്ടയാണ് കേട്ടോ, വേറൊരു സ്റ്റൈലാണ്. അതിനുശേഷം നമ്മൾ ആലപ്പി ബീച്ചിൽ പോയി. ബീച്ചിൽ ചെന്നപ്പോഴേക്കും ആ ക്ലൈമറ്റൊക്കെ അങ്ങ് മാറി, നല്ല വെയിലായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് തലേ ദിവസം കളിച്ചതുപോലെ അവിടെ ഇരുന്ന് കളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അവർ ടോയ്സൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ വെയിൽ കാരണം ഒന്നിനും പറ്റിയില്ല. പിന്നെ നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് അപ്പോഴേക്കും തന്നെ നമുക്ക് ട്രെയിനിലുള്ള സമയമായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയി കുളിച്ച് റെഡിയായി ഇറങ്ങി. മിലുവിൻ്റെ ഫസ്റ്റ് ടൈം ട്രെയിൻ യാത്രയാണ്. മിലു നല്ലോണം എൻജോയ് ചെയ്ത്, ആദ്യം കരഞ്ഞു വിളിച്ചാണ് കേട്ടോ കയറിയത്. പിന്നെ നല്ലോണം എൻജോയ് ചെയ്ത്. മിലുവിൻ്റെ പൊന്നുമ്മയും ഇക്കയൊക്കെ ഉണ്ടായിരുന്നേക്കൊണ്ട് മിലു ഈ ട്രിപ്പ് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത്. എനിക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റി കേട്ടോ. കാരണം മിലുവിനെ അവർ നോക്കിയായിരുന്നു. അങ്ങനെ അവസാനം കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ ജനശതാബ്ദി നമ്മൾ ട്രിവാൻഡ്രത്ത് കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വുമൺസ് ട്രിപ്പ്. അപ്പോൾ ഫർദർ വീണ്ടും നമ്മളിതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിവേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.